പൊന്നാറിന്റെ ചെങ്ങന്മാരെ നമ്മളെ മൂച്ചിക്കലങ്ങാടിയിൽ പുതിയൊരു ചായപ്പീടി വന്നു. ഇന്ന് നമ്മൾ പോകുന്നത് ആ ചായപ്പീടിയെ കേട്ടോ. മൂച്ചിക്കലങ്ങാടി എന്ന് പറയുമ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും, എല്ലായിടത്തും മൂച്ചിക്കലാണ്. ഈ മൂച്ചിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളെ പുല്ലാര സുഹേദ പള്ളിന്റെ 400 മീറ്റർ ഇപ്പുറം സ്പ്ലിറ്റ് തട്ടി എന്നതിന്റെ പേരിട്ടോ. ഇവിടേക്ക് ചായക്ക് പോയാൽ നമ്മൾ കണ്ണൂർക്ക് വിരുന്ന് പോയാൽ തിരിയാ. റബ്ബേ, അതോ പറഞ്ഞത് ശരിയായിട്ട് എന്റെ മൂത്തമ്മാന്റെ കുട്ടിയെ കെടുത്ത് തലശ്ശേരിക്ക് എന്റെ എമ്മൂട്ടിന്റെ കല്യാണം പറയാൻ വേണ്ടി പോയപ്പോ തീറ്റിച്ചിട്ട് ഞങ്ങൾ പലജാതി വിഭവങ്ങളും നമുക്കൊരു പൊക്കപാടിയും പയംപോരി ഉണ്ടാക്കാൻ അറിയാം. ഏറെ നേരം ഉള്ളി അതിന്റെ അപ്പുറത്തൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നാ മൂച്ചിക്കല പീടിയൊക്കെ എത്തൊക്കെ ഉണ്ടാരെങ്കിൽ ഇറച്ചി പത്തിരി, ചട്ടി പത്തിരി എല്ലാമുണ്ട് മക്കളെ. വേണമെങ്കിൽ കഴിച്ചു പോകാം കൂട്ടത്തിലെ രാജി. പിന്നെ വിഭവം നിരത്തി നിരത്തി കഴിക്കുവാനൊരു മോഹം. അനവധി നിരവധി കടിയാൾ ഇവിടെ ഉണ്ട്. നമുക്ക് പറയാൻ കൂടിയല്ലെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് വന്നാക്ക് മനസ്സിലാവും. ഇങ്ങോട്ട് വന്നാൽ ഓടി വന്നിരുന്നു. പിന്നെ പല ജാതി ജ്യൂസാളും പീടിയ കാണാൻ തന്നെ നല്ല മൊഞ്ച. അങ്ങനെ നമ്മൾ പീടിയന്റെ ഉള്ളിൽ പോയി ഇരിക്കട്ടോ. നമ്മൾ തിന്നാൻ പറഞ്ഞത് ഏലാഞ്ചി ലൈറ്റ് ചായ. വെറുതെ നിൽക്കുമ്പോ നമുക്ക് എല്ലാവർക്കും മൂളിപ്പാട്ട് വരും. മൂച്ചിക്കലങ്ങാടിയിലുണ്ടൊരു ചായക്കട, സ്പ്ലിത്തട്ടി എന്നാണ് കടയുടെ ബോർഡ് മേലെ. നേരം വീഴുന്നാരം ബാപ്പാ കുട്ടികളും പിന്നെ വരുന്നത് മണവളൽ മണവാട്ടിയും. പാട്ട് ഏലാഞ്ചിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാകുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പയം, പഞ്ചാര, തേങ്ങ തിന്നാ നല്ല രസമായത്. അപ്പൊ നിങ്ങൾ ആരും മറക്കണ്ട നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ.